ആറന്മുള വള്ളസദ്യ നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയതിൽ കേസെടുത്ത ആറന്മുള പോലീസ്. ഹരിപ്പാട് സ്വദേശിയായ യുവതിക്ക് 2000 രൂപ നഷ്ടമായി. ആറന്മുള ക്ഷേത്ര ജീവനക്കാരനാണെന്ന് അവകാശപ്പെട്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ തട്ടിപ്പ് നടത്തിയത്. 4 പേർക്ക് ആറന്മുള വള്ളസദ്യയ്ക്കുള്ള പാസ് നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. പ്രവീൺ പുരുഷോത്തമൻ കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രവീൺ, ആരാണ് ഈ തട്ടിപ്പിന് പിന്നിൽ? എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആറന്മുള വള്ളസദ്യ കഴിക്കുന്നതിനായി പാസ് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മറ്റ് സ്ഥലങ്ങളിലുള്ളവരെ കബളിപ്പിക്കുന്നതായി ആറന്മുള പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു അന്വേഷണം നടത്തണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആറന്മുള പോലീസ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഹരിപ്പാട് സ്വദേശിനിയായിട്ടുള്ള യുവതിയാണ് തട്ടിപ്പിന് ഇരയായത്. ഇവർക്ക് 2000 രൂപയാണ് നഷ്ടമായത്. ഇവർ ആറന്മുള ക്ഷേത്രത്തിൽ ഈ ആറന്മുള വള്ളസദ്യ കഴിക്കുന്നതിനായി എത്തിയിരുന്നു. അപ്പോൾ അവിടെ പള്ളിയോട സേവാ സംഘം ഭാരവാഹികളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഇത് തട്ടിപ്പാണെന്ന് പള്ളിയോട സേവാ സംഘത്തിന് മനസ്സിലായി. അങ്ങനെ പള്ളിയോട സേവാ സംഘം ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. ഒപ്പം തന്നെ ഈ ഹരിപ്പാട് സ്വദേശിനിയായിട്ടുള്ള യുവതിയും ആറന്മുള പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അവർ പറയുന്നത് ഈ ആറന്മുള ക്ഷേത്ര ജീവനക്കാരൻ എന്ന് അവകാശപ്പെട്ട് ഒരാൾ വന്നിരുന്നു. സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇയാളെ പരിചയപ്പെട്ടത്. 4 പേർക്ക് ആറന്മുള വള്ളസദ്യ കഴിക്കുന്നതിനുള്ള പാസ് തരപ്പെടുത്തി നൽകാമെന്നാണ് ഇയാൾ അറിയിച്ചതെന്ന് ഈ യുവതി പറയുന്നു. ഇതിനായി 2000 രൂപ അയച്ചു കൊടുക്കാനും ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 2000 രൂപ ജിപേ ആയി അയച്ചു കൊടുക്കുകയും ചെയ്തു. ഈ പണം അയച്ച ശേഷം വള്ളസദ്യ കഴിക്കുന്നതിനായി ഇവർ ക്ഷേത്രത്തിലെത്തി. അപ്പോഴാണ് ഈ കബളിപ്പിക്കപ്പെട്ട വിവരം മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ വിവരം നൽകിയത്. ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായസംഹിത അനുസരിച്ച് വഞ്ചന കുറ്റം, ഒപ്പം തന്നെ IT ആക്ട്, ഈ വകുപ്പുകളൊക്കെ ചേർത്താണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ തട്ടിപ്പ് നടത്തിയ വ്യക്തിയുടെ ഫോൺ നമ്പരും മേൽവിലാസവും ബാങ്ക് വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പ്രതിയെ പിടികൂടുമെന്ന് തന്നെയാണ് ആറന്മുള പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.